ഒരു ദിവസം ചില ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം മൗനം പാലിച്ചു. പിന്നീട് ഇപ്രകാരം പ്രവചിച്ചു: നിങ്ങളിൽ ഒരു വ്യക്തിയുണ്ട്, അയാളുടെ പല്ലുകൾ നരകത്തിൽ ഉഹുദ് മലയേക്കാൾ വലുതായിരിക്കും. സദസ്യർ ഒന്നടങ്കം ഞെട്ടി. ദുരന്തപൂർണമായ ഈ അന്ത്യം തനിക്കായിരിക്കുമോ എന്ന് ചിന്തിച്ച് സദസ്യരിൽ ഓരോരുത്തരും അസ്വസ്ഥരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സംസാരിച്ച വ്യക്തികളെല്ലാം അഭിമാനകരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി അന്യശ്വാസം വലിച്ചു. കൂട്ടത്തിൽ അബൂ ഹുറൈറയും റജ്ജാൽ ഇബ്നു ഉൻഫുവയും മാത്രമേ ഇനി അതിൽ ബാക്കിയുള്ളൂ. പ്രവാചകന്റെ പ്രവചനം തന്നെക്കുറിച്ചായിരിക്കുമോ എന്ന് ചിന്തിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തളർന്നു. അദ്ദേഹം ചിന്തിച്ചും ഉറക്കം നഷ്ടപ്പെട്ടും നാളുകൾ കഴിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച നിർഭാഗ്യവാൻ മറ നീക്കി പുറത്തു വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ ഭയാശങ്കകൾ നീങ്ങിയുള്ളൂ. റജ്ജാൽ ഇസ്ലാമിൽ നിന്ന് കൂറുമാറി കള്ളപ്രവാചകനായ മുസൈലിമയുടെ പക്ഷത്ത് ചേരുകയും അയാളുടെ പ്രവാചകത്വവാദത്തെ അംഗീകരിക്കുകയും അയാളുടെ അനുയായിയായി മാറുകയും ചെയ്തു. പ്രവാചക പ്രവചനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ദുരൂഹതകളും അതോടെ നീങ്ങി. റജ്ജാൽ ഇബ്നു ഉൻഫുവ ഇസ്ലാം സ്വീകരിക്കാനും പ്രതിജ്ഞയെടുക്കാനുമായി ഒരു നാൾ പ്രവാചക സദസ്സിൽ ചെന്നു. കുറച്ചുകാലം പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കൂടെ താമസിച്ച് ഇസ്ലാം പഠിച്ച ശേഷം അയാൾ സ്വദേശത്തേക്ക് മടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാവുകയും ചെയ്തപ്പോഴാണ് അയാൾ പിന്നെ മദീനയിൽ വരുന്നത്. മുസൈലിമയെയും അയാളെ പിന്തുണക്കുന്ന യമാമക്കാരെയും കുറിച്ച് ഖലീഫയ്ക്ക് റിപ്പോർട്ട് നൽകിയ ശേഷം അവരെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ അവിടുത്തെ ഔദ്യോഗിക പ്രതിനിധിയായി തന്നെ നിയമിക്കണമെന്ന് റജ്ജാൽ അഭ്യർത്ഥിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയും ചെയ്തു. യമാമയിൽ തിരിച്ചെത്തിയ റജ്ജാൽ മുസൈലിമയുടെ ജനസ്വാധീനവും ശക്തിയും കണ്ടപ്പോൾ തലതിരിഞ്ഞു. സ്വാർത്ഥതയും സ്ഥാനക്കുതിയും അയാളെ കീഴടക്കി. ഭാവി മുസൈലിമക്കാണെന്നും അയാളുടെ സാമ്രാജ്യം അത്യാസന്നമാണെന്നും കണക്ക് കൂട്ടിയ അയാൾ മുസൈലിമയുടെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി ഇസ്ലാമിൽ നിന്ന് കൂറുമാറി മറുപക്ഷത്ത് ചേർന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കള്ളപ്രവാചകനായ മുസൈലിമയേക്കാൾ ഭീഷണി റജ്ജാലായിരുന്നു. ഇസ്ലാമിലെ അയാളുടെ പാരമ്പര്യം, മദീനയിൽ പ്രവാചകനുമായുള്ള സഹവാസം,